ഉളുഹിയ്യത്ത് അറവ് നടത്തേണ്ടത് മുസ്ലിമായ പ്രായപൂർത്തിയും ബുദ്ധിയും തൻ്റെടവുമുള്ള ഒരാളാണ് ആ അറവ് നടത്തൽ സുന്നത്തായ കാര്യം വരുന്നത്. പക്ഷേ അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായി സംഭവിക്കാം. ഒന്ന്, ഒരു കുട്ടിക്ക് വേണ്ടി, പ്രായപൂർത്തിയാകാതെ കുട്ടിക്ക് വേണ്ടി, കുട്ടിക്ക് പകരം ആ കുട്ടിയുടെ വാപ്പാൻ്റെ വാപ്പ അവർക്ക് എന്ത് ചെയ്യാം? ആ വാപ്പയുടെയോ വാപ്പാൻ്റെ വാപ്പയുടെയോ സമ്പത്തിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് കുട്ടിക്ക് പകരം ഉളിഹത്ത് അറുക്കാവുന്നതാണ്. അപ്പോൾ കുട്ടിയാണ് അവിടുത്തെ ഉളിഹത്തുകാരൻ, പക്ഷെ അതിന് കാശെടുത്ത് അത് ചെയ്യണത് വാപ്പയാണ് എന്നർത്ഥം. അതുപോലെ തന്നെ മറ്റൊരു കേസ് പലരും ചോദിക്കാറുണ്ട്, മരണപ്പെട്ടു പോയവർക്ക് ഉളിഹത്ത് അറുക്കാൻ പറ്റുമോ? ഇപ്പോൾ തൻ്റെ വാപ്പ അല്ലെങ്കിൽ വല്യപ്പ, ഉമ്മ, വല്യമ്മ അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയവരുണ്ടാവും. അപ്പോൾ അവർക്ക് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് ഉളിഹത്ത് അറുക്കാൻ പറ്റുമോ? അത് പറ്റുന്നതല്ല. അവർ ആരാണെങ്കിലും ശരി ജീവിതകാലത്ത് ഉളിഹത്ത് അറുക്കാൻ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒന്ന്. രണ്ട്, ഇനി വസിയത്ത് ചെയ്യാതെ, നോർമൽ കേസുകളൊക്കെ അങ്ങനെയായിരിക്കും, വസിയത്ത് ചെയ്യാതെ മരിച്ചു പോയ ആളാണെങ്കിൽ ഒരു ഓപ്ഷൻ അവിടെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉളിഹിയത്തുകാരനായി നമ്മൾ ഉളിഹത്ത് അറുക്കുക. ഉളിഹത്തുകാരൻ നമ്മൾ തന്നെയാണ്, നമ്മൾ ഉളിഹത്ത് അറുക്കുന്നു. അങ്ങനെ അറവ് നടന്നതിന് ശേഷം ആ ഉളിഹിയത്തിൻ്റെ പ്രതിഫലം എൻ്റെ മരണപ്പെട്ടു പോയ ഇന്ന ആൾക്ക് വേണം എന്ന് നിയ്യത്ത് ചെയ്താൽ, അങ്ങനെ നിയ്യത്ത് ചെയ്ത് ഹദിയ ചെയ്താൽ എന്ത് കിട്ടും? ഇതിൻ്റെ ഉളിഹിയത്തിൻ്റെ പ്രതിഫലം അവർക്ക് ലഭ്യമാകും. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഉളിഹത്തുകാരൻ നമ്മൾ തന്നെയാണ്. ആരാണ് ഉളിഹത്ത് ഇറക്കുന്ന ആൾ, അല്ലെ ആരെ ഉളിഹത്താണ്, എൻ്റെ സുന്നത്തായ ഉളിഹത്താണ് ഇത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഈ കാര്യം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ വിഷയം ചെയ്യേണ്ടത്.